السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين. إن شاء الله നാളെ പെരുന്നാളാണ്. ഉളഹിയ്യത്തിൻ്റെ അറവ് നാളെ തുടങ്ങുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തോടുകൂടി ഉളഹിയ്യത്തിൻ്റെ മസ്അലകളും ഫളലുകളും നിയമങ്ങളും നിർത്തുകയാണ്. തീരുന്നതല്ല, പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു ആരാധനയും ഇബാദത്തുമാണ്. തഴവ ഉസ്താദിൻ്റെ ചില വരികൾ കൂടി ഉണർത്തി നമുക്ക് തൽക്കാലം ഉളഹിയ്യത്തിൻ്റെ മസ്അലയിൽ നിന്ന് വിടവാങ്ങാം. ഉളഹിയ്യത്തിൻ്റെ മൃഗത്തിനായി പോകുന്നതും അത് വാങ്ങി വസതിയിലേക്ക് തിരിച്ചെത്തുന്നതും വലുതായ പ്രതിഫലമാണതിൽ ലഭിക്കുന്നത് എന്നാണ് സയ്യിദുന അലി പറയുന്നത്. ഉളഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ആദ്യമേ മാസങ്ങൾക്ക് മുമ്പുള്ള ചർച്ച, ആ ചർച്ച മുതൽ മുഴുവനും അത് പ്രതിഫലമാണ്, കൂലിയാണ്. മൃഗത്തിനായി പോകുന്നതും അത് വാങ്ങി വസതിയിലേക്ക് തിരിച്ചെത്തുന്നതും വലിയ പ്രതിഫലം. ഓരോരോ ചുവടിന് 10 ഹസനാത്തുള്ളതാ, കൂടാതെ 10 ഖതീഅത്തും നീങ്ങുന്നതാ. ഓരോ ചുവട്, ഉളഹിയ്യത്ത് വാങ്ങാൻ വേണ്ടി ചന്തയിലേക്കോ അത് നിൽക്കുന്ന സ്ഥലത്തേക്കോ പോകുന്നത്, തിരിച്ചു വരുന്നത്, ഓരോ ചുവടിനും ഹസനാത്താണ്. 10 ഖതീഅത്ത്, 10ഓളം പാവങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. വാങ്ങുന്നതിൽ അവൻ കൊണ്ടുവന്ന കലാമുകൾ, പറയപ്പെടുന്നവ മുഴുവനും തസ്ബീഹുകൾ. ഉളഹിയ്യത്ത് വാങ്ങാൻ വേണ്ടി അവൻ ചെയ്യുന്ന ചർച്ചകൾ, സംസാരങ്ങൾ, അത് വാങ്ങാനുള്ള ആവേശത്തോടു കൂടിയുള്ള ഇടപെടലുകൾ, അതെല്ലാം വലിയ പ്രതിഫലമാണ്, അതെല്ലാം വലിയ കൂലിയുള്ള കാര്യമാണ്. അതെല്ലാം തസ്ബീഹുകളിലാണ് എണ്ണപ്പെടുന്നത് എന്ന് നമുക്ക് കാണാം. അറുക്കുന്നതിന് കിടത്തിയെന്നാൽ പിന്നെ പൊറുക്കാനിരിക്കും ഭൂമി 7 പൊന്നെ. 7 ഭൂമികളും അറുക്കുന്നതിന് മൃഗത്തെ കിടത്തിയാൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന്. അതിനുള്ള ഓരോ തുള്ളി രക്തം കൊണ്ട് അംലാക്കിനെ പടയ്ക്കും, അതും 10 ഓരോരോ തുള്ളിക്ക് 10ഓളം അംലാക്കുകളെ, മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടയ്ക്കുമെന്നാണ്. അവർ അന്ത്യനാൾ വരെ മഗ്ഫിറത്തിന് തേട്ടമാ, ലഹ്മിന്റെ ലുഖ്മത്തിന് ഇത്ഖും ലഭ്യമാ. ഈ 10ഓളം മലായിക്കത്തുകൾ, ഓരോ തുള്ളിക്കും 10ഓളം മലായിക്കത്തുകൾ അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടി തേട്ടമാണ്. അതുപോലെ തന്നെ ഓരോ ലഹ്മിനും അത് ഇത്ഖും മിനൻ നാറായി മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തോ ഒരു ശ്രേഷ്ഠതയാണ് പ്രിയപ്പെട്ടവരെ. ഇതുപോലെ സയ്യിദുന അലി വിവരിച്ചതാ, ദുർറത്തിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. ഇതിലുള്ള രക്തം എന്നു വേണ്ട ചണ്ടിയും, ഹസനാത്തിലാ മീസാനിലുള്ളത് നാളെയും എന്നും ഹദീസിൽ ഉണ്ട്, നോക്കാം 8 ശറഹുൽ മുഹല്ലബ് പേജ് 407. ആ ഉളഹിയ്യത്തിന്റെ മൃഗത്തിന്റെ ഓരോന്നും എന്ന് പറഞ്ഞാൽ അതിൻ്റെ രക്തവും അതിൻ്റെ ചണ്ടിയും അതിൻ്റെ ഓരോ ഭാഗവും ഹസനാത്തിലാണെന്നാണ്. മീസാൻ എന്ന തുലാസിൽ നാളെ തൂങ്ങുമെന്ന് ഹദീസിൽ കാണാമെന്ന് പറയുന്നു. തോലൂരിയലും തലവേർപെടുത്തിയെടുക്കലും പാടില്ല, റൂഹതിനുള്ള കാലമൊരിക്കലും. അറുത്തു, പക്ഷെ നല്ലതുപോലെ അതിൻ്റെ റൂഹ് പോയില്ല എങ്കിൽ അത് ആ റൂഹ് പോകുന്നതിന് മുമ്പ് ഉരിയാൻ പാടില്ല, തല വേർപെടുത്താൻ പാടില്ല. അത് വലിയ തെറ്റാണ്, കുറ്റമാണ്. അതിൽ 3-1 താഞ്ഞെടുക്കാമെന്ന, അത് നേർച്ചയാണെങ്കിൽ ഹറാമും തന്നെ. ഉളഹിയ്യത്തിന്റെ മൃഗത്തിന്റെ 3-1 ആ വ്യക്തിക്കെടുക്കാം. പക്ഷെ എല്ലാം സദഖ ചെയ്യലാണ് നല്ലത്. അത് നേർച്ചയായാലോ
ഒരിക്കലും പാടില്ല. അല്പം പോലും എടുക്കാൻ പാടില്ല, ഹറാമാണ്. ഫുള്ളും വിതരണം ചെയ്യൽ നിർബന്ധമാണ്. ഫക്കീർ മിസ്കീന് കൊടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് നേർച്ചയാക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് വീണ്ടും കേൾക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ പക്കൽ നിന്ന് നേർച്ചയുടെ വാക്കുകൾ, വചനങ്ങൾ ഉളഹിയത്തുമായി വന്നാൽ ആ മൃഗം അല്ലെങ്കിൽ ഷെയർ കൂടുന്ന ഭാഗം അത് നേർച്ചയായി മാറും. അല്പം പോലും നമുക്ക് എടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സുന്നത്തായ ഉളഹിയത്ത്, അതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതും. അത് മുഴുവനും കൊടുക്കുന്നത് ഏറ്റം നന്ന, അല്പം തബറുക്കിനായെടുക്കൽ സുന്ന. നേർച്ച അല്ലാത്ത സുന്നത്തായ ഉളഹിയത്താണ് എങ്കിൽ അത് മുഴുവനും കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. തബറുക്കിനായി, ബറക്കത്തിനായി അല്പം അവനിക്ക് എടുക്കാമെന്നാണ്. അതിൽ നിന്നവൻ എടുക്കുന്നു എന്നാൽ തന്നെ ചുരുങ്ങാതെ ഉളഹിയത്തിന്റെ ഫലമാ പൊന്നെ. അവൻ കുറച്ചിങ്ങെടുക്കുകയാണ്. കുറച്ച് ഭക്ഷിക്കാനും കുടുംബത്തിനും കൊടുക്കാൻ വേണ്ടി കുറച്ചെടുക്കുന്നത് കൊണ്ട് ഉളഹിയത്തിന്റെ സ്ഥാനത്തിനോ ബഹുമാനത്തിനോ ആദരവിനോ പ്രതിഫലത്തിനോ യാതൊരു കുറവും വരില്ല. അത് എടുക്കാം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നതാണ്. എടുക്കുന്നതും കരളായിരുന്നാൽ അഫ്ളല, അതുകൊണ്ട് നബിയോടുള്ള തുടരൽ ഹുസ്സില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളഹിയത്ത് അറുത്തിട്ട് ആ മൃഗത്തിന്റെ കരള് പ്രത്യേകിച്ചെടുത്തു, അത് വേവിച്ചു കഴിച്ചു എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് ഉളഹിയത്ത് അറുക്കുന്ന വ്യക്തി അതിന്റെ കരട് എടുക്കുന്നത് നല്ലതാണ് എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. കരളാനെടുക്കേണ്ടുന്നതിൽ ഒരു സൂചന, വരുന്നുണ്ട് സ്വർഗമിലാക്കണേ നീ റബ്ബന. സ്വർഗത്തിൽ ആദ്യത്തെ ഭക്ഷണം കൊടുക്കുന്നത് കരളാറി എന്നാണ്. അപ്പൊ കരളെടുക്കുന്നതുകൊണ്ട് സ്വർഗപ്രവേശനത്തിന് ഒരു സൂചന ഇതിലൂടെ വരുന്നുണ്ട് എന്നാണ് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. അതിനുള്ള തോലു സദഖയായി കൊടുക്കുന്ന, അറക്കുന്നവനത് കൂലിയാക്കരുതെന്ന. മൃഗത്തിന്റെ തോല് സദഖയായി കൊടുക്കണം, അറുക്കുന്നവന് കൂലിയായി ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഉളഹിയ്യത്തില്ലാ തോല് വിറ്റവനെന്ന് തിരുമുസ്തഫ നബി വ്യക്തമായി പറയുന്നു. ഉളഹിയ്യത്തറുത്തു, അതിന്റെ തോല് വിറ്റാൽ അവർക്ക് ഉളഹിയ്യത്തില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. തോലിന്റെ ഹുക്കുമ കൊമ്പിനും എന്നുണ്ട്, യാനത്തിൽ നീ നോക്ക് രണ്ടിൽ ഉണ്ട്. തോല് പോലെയാണ് അതിന്റെ കൊമ്പ്, അതിന്റെ തോല്, അതുപോലെ എല്ല് ഒന്നും വിൽക്കാൻ പാടില്ല. സുന്നത്തുകൾ ഉണങ്ങാതെ വെള്ളം കോരുവാൻ തൗഫീഖ് താ റബ്ബേ ശരിക്ക് വളർത്തുവാൻ. ഗുണം ചെയ്യണേ നീ നിന്റെ നബിയിൽ മന്നവാ, വിളിക്കുന്ന കാലം വരെ ജിനാനും സുന്നിവാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും പറഞ്ഞതെല്ലാം ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം ഉളഹിയ്യത്തിന് വേണ്ടി തയ്യാറായിട്ടുണ്ടോ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. സ്വർഗം വരെ എത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വർഷാവർഷം ഇതുമായി ബന്ധപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം അതിൻ്റെ മാംസം കഴിക്കുന്നോ അവർക്കെല്ലാം ആഫിയത്തും ദീർഘായുസ്സും സുഖവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജറ ബിവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള സർവരുടെയും ബറക്കത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള സമയത്ത് ഹജ്ജും ഉംറകളും ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ ഹജ്ജിന്റെ കർമ്മം മുസ്തലിഫയിൽ നിന്ന് മിനയിലേക്ക് വരുന്ന രംഗമാണ്. അള്ളാഹു അവരുടെ എല്ലാം ഹജ്ജും ഉംറകളും സ്വീകരിക്കുമാറാവട്ടെ. നമ്മളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് ഇതിവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് നമുക്ക് തൗഫീഖ് ഉണ്ടെങ്കിൽ ഇനിയും നമുക്ക് പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.